കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ ആ ദേവകൾ പൂജിതമായ ആ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കാൻ പോവാം. ഇന്നിപ്പോൾ അഭൂതപൂർവമായ തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാലും വേണ്ടില്ല, 10:30 വരി ക്ലോസ് ചെയ്തു, എന്നിട്ടും ആ ഒരു വരി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏകദേശം ആയി എന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും. അതേപോലെ സ്പെഷ്യൽ ടിക്കറ്റിൻ്റെ 1000 രൂപയുടെ ടിക്കറ്റാണെങ്കിൽ അതിലേറെ തിരക്ക്, പിന്നെ ടോക്കൻ്റെ തിരക്ക്, VIP പാസിൻ്റെ തിരക്ക് അതിലേറെ. മൊത്തം ആകെ തിരക്ക് മയാണ്. വെക്കേഷൻ അവസാനിക്കാറായില്ലേ, വൈശാഖ മാസം അവസാനിക്കാറായില്ലേ, അപ്പോൾ തിരക്ക് കൂടി വരികയാണ്. വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള തിരക്കാണ്. ഭക്തർക്കും ബുദ്ധിമുട്ട്, പണിക്കാർക്കും ബുദ്ധിമുട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ മാതിരി. പക്ഷെ എന്തായാലും ഗുരുവായൂരപ്പനും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ ഭക്തരുടെ സങ്കടങ്ങൾ കേൾക്കല്ലേ, കേട്ട് അദ്ദേഹത്തിനും കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. എന്നാലും എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആ ബുദ്ധിമുട്ടൊക്കെ സഹിക്കും. നമ്മുടെ ആവശ്യതകളും എല്ലാം അദ്ദേഹം കേൾക്കും. അതിനുള്ള പ്രതിവിധി അദ്ദേഹം തന്നെ കാണും. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ ഗോപുരവാതിൽ കടന്ന് അങ്ങനെ അകത്തേക്ക് വരാം. ഗോപുരവാതിൽ കടന്നിട്ട് അകത്തേക്ക് കടക്കാം. അങ്ങനെ കിടക്കുമ്പോൾ ആ ഇടത് സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ഇരുന്നിരുന്ന ആ സ്ഥലം നോക്കി തൊഴാം. വലതുവശത്തെ തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കാൽവളകൾ കാണുന്നുണ്ട്, കാൽപാദങ്ങൾ കാണുന്നു. അങ്ങനെ ആ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ കാണാനുണ്ട്. അതേപോലെ ഇങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാനുണ്ട്. കയ്യിൽ ഓടക്കുഴലുണ്ട്. അങ്ങനെ ഓടക്കുഴൽ പിടിച്ച് മുരളീധര സ്വരൂപത്തിൽ തന്നെയാണ്, വേണുഗോപാല സ്വരൂപത്തിൽ തന്നെയാണ് അന്നത്തെ അലങ്കാരം. കഴുത്തിലൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, 2 മാലകൾ. പിന്നെ തിരുമുടി മാല ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാല വെളുത്ത പൂവും കൊണ്ടൊരു മാലയും ചുവന്ന പൂ കൊണ്ടൊരു തെച്ചിപ്പൂ കൊണ്ടുള്ളൊരു മാലയും, അങ്ങനെ 2 മാലയേ ഉള്ളൂ. അതേപോലെ വലിയ ഉണ്ടമാല, അത് വെളുത്ത പൂവാണ്, ഏറ്റവും കൂടുതൽ വെളുത്ത പൂ കൊണ്ടുള്ള ഉണ്ടമാല. പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിച്ച് ആ വേണുഗോപാലൻ്റെ ആ രൂപത്തിലാണ് ഇന്നത്തെ കളഭാം കൊണ്ടുള്ള അലങ്കാരം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കാവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം നന്ദകുമാറോദിക്കലാണ്, അല്ല പഴയം നന്ദകുമാറോദിക്കലാണ്. പഴയം നന്ദകുമാറോദിക്കനാണ് ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാണ്. എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഈ സമയം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്ന് സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ഇറങ്ങി വന്ന് അഗ്നികോണിലൊന്ന് നോക്കി തൊഴുതു, തടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് ആ ചുമരിൻ്റെ മുകളിലേക്ക് തന്നെ നോക്കിയാലേ ആലിലക്കണ്ണനെ കാണാം, അതൊക്കെ കണ്ട് തൊഴുതു. സപ്തമാതാക്കളെ കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ നേരെ ചെല്ലുന്നത് ഗണപതിയുടെ അവിടേക്കാണ്. ഗണപതിയുടെ അവിടെയും അലങ്കാരങ്ങളൊക്കെ ആയി നന്നായിട്ടുള്ള ഒരു ദർശനമാണ്. അപ്പോൾ എല്ലാവരും ഗണപതി ഭഗവാനെയും കണ്ട് തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിരിക്കും നോക്കിയിട്ട് സരസ്വതി ദേവീനെ തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിയെ തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ അതിന് ശേഷം മേൽശാന്തിയിൽ അവിടെ നന്ദകുമാറോദിക്കൻ ഇരിക്കണു, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമനാവതാരത്തിൻ്റെ രൂപം കാണാം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം.
അതൊക്കെ കണ്ട് തൊഴുത് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണുക. കണ്ണനെ കാണുക, മുരുകനെ കാണുക, അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്നൊരു വെറ്റിലമാലയുണ്ട്, ഒരു കുങ്കുമം ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുതു. അതിന് ശേഷം നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നേരെ കുറച്ച് പടിഞ്ഞാറോട്ട് ഇറങ്ങി നിന്നാൽ താമരക്കണ്ണനെ കണ്ടു തൊഴാം. അങ്ങനെ താമരക്കണ്ണനെയും കണ്ട് തൊഴുത് ഗ്രില്ലിൻ്റെ അവിടേക്ക് വന്ന മണിക്കിണർ കാണാം. അതേപോലെ കുറച്ച് ഉള്ളിലേക്ക് കടന്നാൽ നൃത്താറയിൽ നല്ല 2 തിരിയിട്ടുള്ള കിടാവിളക്ക് കത്തുന്നു. അപ്പോൾ അത് കണ്ട് തൊഴാം. കണ്ണനെ ഏത് രൂപത്തിലാണോ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ രൂപത്തിൽ നമുക്ക് ദർശനം നൽകുന്ന പൊന്നുണ്ണി കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് വരുമ്പോൾ കുറൂരമേനെയും നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്ത് പോവാം. ഭഗവതിനെ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ മമ്മി വീരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അങ്ങനെ അതിന് ശേഷം കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മുരളീധര രൂപത്തെ ഒന്നുകൂടി കൺകുളിർക്കെ കാണുക. അതിന് ശേഷം നമ്മൾ കൊടിമരച്ചോട്ടിലെത്തി അവിടുന്ന് കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി കൂത്തമ്പലത്തിൽ അവിടെ നോക്കി പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ടും പ്രാർത്ഥിക്കുക. അവിടെയും കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്നിട്ട് ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും കാണുക. അതിനുശേഷം കുറച്ച് പിന്നോട്ട് ഇറങ്ങി നിന്ന് കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴുക. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തിറങ്ങി തെക്കേ നടയിൽ വരിക. തെക്കേ നടയിൽ വരുമ്പോൾ കൂവളം കാണാം. കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെ പ്രദക്ഷിണം ചെയ്യുന്ന പോലെ മനസ്സിൽ വെച്ചിട്ട് ആ കൂവളത്തിനെയും പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.